ഹായ് ഫ്രണ്ട്സ്, ബെസ്റ്റ് ആൻഡ്രോയിഡ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്, നിങ്ങൾ പലർക്കും വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാകും. വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാക്കി നിങ്ങൾ പലർക്കും ഷെയർ ചെയ്ത് നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനൊക്കെ പറയും. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ നിങ്ങളുടെ നമ്പറിൻ്റെയോ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളുടെ നമ്പറിൻ്റെയോ ലിങ്ക് ഉണ്ടാക്കാൻ പഠിച്ചാലോ, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും പല യൂട്യൂബ് ചാനലുകളും ഇനി എൻ്റെ വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതിന് ലിങ്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ലിങ്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഈ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആദ്യമായി നിങ്ങൾ ആർക്കാണ് ഈ ലിങ്ക് ഷെയർ ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ വാട്സപ്പിൽ നിന്നും കോൺടാക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഒരു കോഡ് ടൈപ്പ് ചെയ്യണം. ആ കോഡ് ടൈപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ കോഡ് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാം. http:// അതിനുശേഷം api.whatsapp.com. എല്ലാ അക്ഷരങ്ങളും ചെറിയ അക്ഷരമായിരിക്കണം. നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ താഴെയായി കാണാം. അതിനുശേഷം ഒരു സെൻഡിൻ്റെ സ്പെല്ലിങ് SENT, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. അതിനുശേഷം ഫോൺ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഫോണിൻ്റെ സ്പെല്ലിങ് PHONE എന്നാണ്. എന്നിട്ട് ഈക്വൽ ടു ഇടുക. നമ്മൾ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ സമം എന്ന് പറയും, അത് നിങ്ങൾ ഇടുക. അതിനുശേഷം ആരുടെ നമ്പറാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ കൺട്രി കോഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇന്ത്യയിലുള്ള കൺട്രി കോഡാണെങ്കിൽ 91, നിങ്ങൾ മറ്റു രാജ്യങ്ങളിലുള്ളവരാണെങ്കിൽ അവിടുത്തെ കൺട്രി കോഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ സുഹൃത്തിൻ്റെ നമ്പറാണ് ടൈപ്പ് ചെയ്യുന്നത്. അദ്ദേഹം ഇന്ത്യയിലുള്ളതാണ്, അതുകൊണ്ട് ഞാൻ 91 എന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ ആ 91 എഴുതിയതിന് ശേഷം കൺട്രി കോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്യാൻ ഞാൻ പോവുകയാണ്. എൻ്റെ സുഹൃത്തിൻ്റെ നമ്പറാണ്. ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ അദ്ദേഹത്തിന് ഈ ലിങ്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ചാറ്റ് അയക്കുന്നത് പോലെ ഈ ലിങ്ക് നിങ്ങൾ ആ സുഹൃത്തിന് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് ഷെയർ ചെയ്താൽ അദ്ദേഹത്തിന് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അവിടെ നിന്ന് ഈ ലിങ്ക് ഓപ്പൺ ചെയ്ത് അദ്ദേഹത്തിന് നിങ്ങൾ ആരുടെ നമ്പറാണ് അവിടെ ലിങ്കായി ക്രിയേറ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ വാട്സപ്പിലേക്ക് കിടക്കാം. ഇനി ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, പല ആളുകളും പല ആപ്പുകളും ഉപയോഗിച്ച് ഒരു കോണ്ടാക്റ്റ് സേവ് ചെയ്യാതെ ഇതുപോലെ വിളിക്കാൻ ശ്രമിക്കുന്നവരുണ്ടാവും. അതിൽ നമ്മൾ ആപ്പിൽ നമ്പർ ടൈപ്പ് ചെയ്താണ്ട് നമ്മൾ ഇതിൽ വിളിക്കും. എങ്ങനെ ആപ്പ് നമ്പർ ടൈപ്പ് ചെയ്യുന്നു, കോണ്ടാക്റ്റ് സേവ് ചെയ്യാതെ അദ്ദേഹത്തോട് ചാറ്റ് ചെയ്യുന്നു. അങ്ങനെ പല ആളുകളുണ്ടാവും. അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഈ ലിങ്ക് ഉണ്ടാക്കുന്നത് പഠിച്ചാൽ പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്നൊരു ലിങ്കാണിത്. ഒരു 2-3 വട്ടം നിങ്ങൾ ടൈപ്പ് ചെയ്ത് പഠിച്ചാൽ പെട്ടെന്ന് പഠിക്കും. എന്നിട്ട് അപ്പോൾ അവർക്കൊക്കെ ഈ ആപ്പിൻ്റെ സഹായമില്ലാതെ തന്നെ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ചിലരുണ്ട് ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഇങ്ങനെ നോക്കുന്നതും കോണ്ടാക്റ്റ് സേവ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ നോക്കുക. അപ്പോൾ കോണ്ടാക്റ്റ് സേവ് ചെയ്യാതെ തന്നെ ഇതുപോലെ നിങ്ങൾക്ക് നോക്കാം. അതും ഇതിൻ്റെ ഒരു ഉപയോഗമാണ്. നമ്പർ അവർക്ക് പെട്ടെന്ന് ഷെയർ ചെയ്യാം. കാരണം നമ്പർ ടൈപ്പ് ചെയ്ത് വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുമ്പോൾ ആ നമ്പറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ അവരുടെ സേവ് ചെയ്യാനുള്ള ഭാഗത്തേക്കാണ് പോവുക കോണ്ടാക്റ്റിൽ. അപ്പോൾ അവർക്ക് സേവ് ചെയ്യാതെ തന്നെ ഇങ്ങനെ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്താൽ പെട്ടെന്ന് തന്നെ അവർക്ക് വാട്സപ്പിലേക്ക് കയറാം. പിന്നെ നിങ്ങൾ യൂട്യൂബറും ഒരു ഫേസ്ബുക്ക് പേജുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്കൊക്കെ അവർക്ക് പെട്ടെന്ന് തന്നെ ലിങ്കായി ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ വെക്കാം. ഇനി നമുക്ക് ഈ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുന്നത് ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാം, ഓപ്പൺ വിത്ത് വാട്സപ്പ്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ലിങ്ക് ആരുടെ നമ്പറാണ് നിങ്ങൾ ആ ലിങ്കായി ക്രിയേറ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ചാറ്റിംഗ് ലിസ്റ്റിലേക്ക് പോകും. ഞാൻ അദ്ദേഹവുമായി ചാറ്റ് ചെയ്തത് കൊണ്ടാണ് ഇതുപോലെ ചാറ്റിംഗ് കാണുന്നത്. നിങ്ങൾ ഒരു പുതിയ നമ്പർ നിങ്ങൾക്ക് ആരെങ്കിലും ഷെയർ ചെയ്ത് തരുകയോ ആണെങ്കിൽ ചാറ്റിംഗ് ഭാഗം കാണില്ല. പിന്നെ നമുക്ക് ഇനി
ഇതുപോലെ മറ്റൊരു നമ്പർ ഇതുപോലെ ചെയ്ത് നോക്കാം. ഈ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്യാൻ ലെഫ്റ്റ് ലോങ് പ്രസ് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം താഴെയായി പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ നമ്പർ ഒന്ന് മാറ്റി നമുക്ക് നോക്കാം. ഈ നമ്പർ നമുക്ക് വാട്സപ്പിൽ ഇല്ലാത്തൊരു നമ്പറാണ്. അത് റോങ് നമ്പർ ടൈപ്പ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ റോങ് നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ ഇത് വാട്സപ്പിൽ ഇല്ലാത്ത ഒരു നമ്പറാണ്. അപ്പോൾ ഞാൻ വെറുതെ റോങ് നമ്പർ ടൈപ്പ് ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് അത് നേരത്തെ ഷെയർ ചെയ്തതുപോലെ ടെസ്റ്റ് ലിങ്ക് ഷെയർ ചെയ്യുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുകയാണ്, നേരത്തെ ക്ലിക്ക് ചെയ്തതുപോലെ. അപ്പോൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഓപ്പൺ വിത്ത് വാട്സപ്പ് എന്ന് കണ്ടു, നേരത്തെ കണ്ടതുപോലെ. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ ദ ഫോൺ നമ്പർ, പിന്നെ ഞാൻ ടൈപ്പ് ചെയ്ത നമ്പറും കൺട്രി കോഡൊക്കെ ഉണ്ട്. ഇറ്റ് ഈസ് ഓൺ ദ വാട്സപ്പ്. ഇങ്ങനെ ഒരു നമ്പർ വാട്സപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല, അവിടെ നോട്ടിഫിക്കേഷനായി കാണിക്കുന്നത്. ഞാൻ ഓക്കെ എന്ന് പ്രസ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഓപ്പൺ ചെയ്തു. അതിന് ശേഷം നമുക്ക് വേറൊരു ഐഡിയ വേണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളിത് പല ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ ലിങ്കായി ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ നമ്പർ പെട്ടെന്ന് തന്നെ അവർക്ക് വ്യക്തമായി കാണും ആ ലിങ്കിൽ ഒന്ന് വായിക്കുമ്പോൾ. ഈ ലിങ്ക് എങ്ങനെ നമുക്ക് ഷോർട്ട് ലിങ്കായി ക്രിയേറ്റ് ചെയ്യാം, അതാണ് ഞാൻ നിങ്ങൾക്ക് ഇനി പഠിപ്പിക്കാൻ പോകുന്നത്. അതിനായി ജസ്റ്റ് നിങ്ങൾ ആ ലിങ്കിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കോപ്പി ചെയ്യുക. ലിങ്ക് കോപ്പിയുടെ എന്ന ഭാഗം കാണാൻ വിടായത്. അതിന് ശേഷം നിങ്ങൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഏത് ബ്രൗസറായാലും മതി, ഞാൻ ക്രോമാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിൽ നിങ്ങൾ GOO.GLE നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ കാണാം. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് ഷോർട്ട് ആക്കുന്നതിനുള്ള ഭാഗത്തേക്ക് നിങ്ങൾക്ക് കടക്കാൻ കഴിയും. ഞാൻ ലിങ്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു സ്ക്രീനിലേക്ക് നിങ്ങൾക്ക് അവിടെ എത്താൻ കഴിയും. സിംപ്ലിഫൈ യുവർ ലിങ്ക്സ് എന്ന് കാണാം. അവിടെ യുവർ ഒറിജിനൽ URL ഹെയർ എന്ന് കാണാം. അവിടെ നിങ്ങളുടെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഭാഗം ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഷോർട്ട് URL എന്ന ഭാഗം കാണാം അവിടെ താഴെയായി. അതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു കോപ്പി ചെയ്യുന്ന ഒരു ബട്ടൺ കാണാം. ആ ലിങ്കാണ് നിങ്ങളുടെ ചെറുതായി ലിങ്ക് മാറിയിട്ടുണ്ട്. ആ കോപ്പി ചെയ്യുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഷെയർ യുവർ കോപ്പിഡ് എന്നവിടെ കാണാം. അതിനുശേഷം വീണ്ടും നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ കോപ്പി ചെയ്തത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. വാട്സപ്പിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളത് മെസ്സേജ് അയക്കുമ്പോൾ ആ മുകളിലത്തെ ലിങ്കും അടിയിലത്തെ ലിങ്കും ഒരേ ലിങ്ക് തന്നെയാണ്. നടുവിലത്തെ ലിങ്ക് നമ്മൾ നേരത്തെ റോങ് നമ്പറായി ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് രണ്ടും ഒരുപോലെയാണ്. നമുക്ക് ലിങ്ക് ഷോർട്ടാക്കുകയും ചെയ്യാം, പിന്നെ നിങ്ങളുടെ നമ്പർ ആരും വ്യക്തമായി കാണുകയുമില്ല. അതാണ് ഇതിൻ്റെ മറ്റൊരു ഉപയോഗം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പൺ വിത്ത് ക്രോം എന്ന് കാണാം. അതിൽ ടൈപ്പ് ചെയ്യുമ്പോൾ വാട്സപ്പ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ വന്നതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് വരിക. കണ്ടില്ലേ? ഇത് നിങ്ങൾക്ക് എടുത്ത ചാറ്റുകളൊന്നും നേരത്തെ കണ്ടതും ഇപ്പോൾ കണ്ടതൊന്നും വ്യക്തമായി കാണില്ല, കാരണം എൻ്റെ സുഹൃത്തുമായി ഞാൻ ചാറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ലിങ്ക് ഉണ്ടാക്കുന്നതിനെ പറ്റിയും ലിങ്ക് ഉണ്ടാക്കിയതിന് ശേഷം അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതിനെ പറ്റിയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ ഈ ലിങ്ക് ഉണ്ടാക്കുന്നതിനെയും എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അൺലൈക്കും ചെയ്യാം. അൺലൈക്ക് ചെയ്താൽ അതിന് കാരണം കൂടി നിങ്ങൾ എഴുതുക കമൻറ്റ് ബോക്സിൽ. എങ്കിൽ മാത്രമേ എനിക്കത് അടുത്ത വീഡിയോയിൽ ലൈക്കാക്കി മാറ്റാൻ പറ്റുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. ഇതിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടിയ അറിവ് അവർക്ക് കൂടി കിട്ടുകയുള്ളൂ. താങ്ക് യു വാച്ചിങ് മൈ വീഡിയോ. അടിപൊളി ടെക്നോളജി പരമായ വീഡിയോ നിങ്ങൾക്കും യൂട്യൂബിലേക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. എങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.